കൂട്ടുകാരെ, കഴിഞ്ഞ ദിവസം നമ്മൾ കുഴൽക്കിണറിലെ മോട്ടറിൽ വെള്ളത്തിൻ്റെ ശക്തി കുറഞ്ഞെന്നും പ്രഷർ കുറഞ്ഞിട്ട് നമ്മൾ എടുത്തായിരുന്നു റിപ്പയറിന് വേണ്ടിയിട്ട്. അപ്പോൾ മോട്ടർ റിപ്പയർ ആക്കിക്കൊണ്ട് ഇപ്പോൾ കൊണ്ടുവന്നു. മോട്ടറിന് വന്ന പ്രശ്നമെന്ന് വെച്ചാൽ മോട്ടറിൻ്റെ ബുഷിന് ചെറിയ പ്രശ്നമായിരുന്നു. ബുഷിൻ്റെ പ്രശ്നം കൊണ്ടാണ് വെള്ളം കറക്റ്റായിട്ടുള്ള പമ്പിങ് ഇല്ലാതെ വന്നത്. അപ്പോൾ ഇപ്പം മോട്ടറിൻ്റെ ബുഷ് അതെല്ലാം റെഡിയാക്കി ക്ലിയർ ആക്കി കൊണ്ട് വന്നിരിക്കുകയാണ്. അവർ ഇറക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കേബിളെല്ലാം ജോയിൻ്റ് ചെയ്ത് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ആദ്യത്തെ പൈപ്പ് ഇറക്കുന്നു. പൈപ്പ് ഇറക്കുമ്പോൾ എപ്പോഴും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് ടൈറ്റ് ചെയ്യണം. വൃത്തിക്ക് ടൈറ്റ് മീൻസ് നമുക്ക് ഇതിൻ്റെ ജോയിൻ്റർ ഉണ്ട്. ഈ ജോയിൻ്ററെ ഫുള്ള് ത്രെഡ് ടൈറ്റ് ചെയ്യണം. ഹാഫ് ത്രെഡ്, മുക്കാൽ ത്രെഡെല്ലാം പിന്നെ ടൈറ്റ് ചെയ്തിട്ട് ഇറക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ സാധനം വിട്ടുപോകാനോ ചാടിപ്പോകാനോ മോട്ടർ ചാടിപ്പോകാനോ ഒക്കെ സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ മോട്ടർ ഇറക്കുമ്പോൾ പിന്നെ ഒരു ചെറിയ കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പഴയ പൈപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം മോട്ടറിനോട് അടുത്ത പൈപ്പായിട്ട് ഇറക്കണം. മുകളിലേക്ക് വരും തോറും പിന്നെ നല്ല പുതിയ പൈപ്പുകൾ ഉണ്ടെങ്കിൽ അത് അങ്ങനെ ഇറക്കണം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ചിലപ്പോൾ ഊരിപ്പോകാനുള്ള സാധ്യത, പഴയ പൈപ്പുകളിലെ ത്രെഡിനൊക്കെ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷമാണ് ഇറക്കുക. പൈപ്പ് റേഞ്ച് ഉപയോഗിച്ച് നല്ല ഫുൾ ത്രെഡ് ടൈറ്റ് ആകും. സാധാരണ ഇതിൻ്റെ പണിയെടുക്കുന്ന ആൾക്കാർക്ക് അതിനെപ്പറ്റി നല്ല ഗ്രാഹ്യം ഉണ്ടാവും. അവരെപ്പോഴും അങ്ങനെയാണ് ചെയ്യുക. എന്നാൽ പോലും നമ്മൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം അവരോട് നമ്മളൊന്ന് പറയാം, അല്ലെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിൽ. ഇതേപോലെ ഫുൾ ടൈറ്റ് ചെയ്ത് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ പൈപ്പാണ്, ബാക്കിയുള്ള പൈപ്പ് ഇത് കിടക്കുന്നു. ഇനിയിപ്പോൾ എല്ലാം ഒന്നൊന്നായി ഇറക്കും. വളരെ സിമ്പിളായിട്ട് പോകാൻ എന്ന് വെച്ചാൽ നമ്മൾ എടുത്ത പോലെ തന്നെ ഹൈഡ്രോളിക് ആയതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഇറക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതോടെ എൻ്റെ വെള്ളത്തിൻ്റെ എനിക്ക് നേരിട്ട ബുദ്ധിമുട്ട് പരിഹരിക്കപ്പെടുമെന്നാണ് വിചാരിക്കുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ പൈപ്പ് എടുത്തപ്പോൾ എടുക്കുന്ന സമയത്ത് കേബിളുകളിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. ആ കെട്ട് നമ്മൾ അഴിച്ചിട്ടാണ് എടുത്തത്. അഴിച്ച കെട്ട് നമ്മൾ തിരിച്ചിറക്കുമ്പോൾ വീണ്ടും കെട്ടിയിട്ടാണ് ഇറക്കുക. ഓരോ പൈപ്പിൻ്റെ ജോയിൻറ്റിലും ഓരോ കെട്ട് അങ്ങനെ കെട്ടിയിട്ടാണ് വീണ്ടും തിരിച്ച് അതേപോലെ തന്നെ ഇറക്കുന്നത്. വളരെ സിമ്പിളായി ഹൈഡ്രോളിക് ആയതുകൊണ്ട് ഇതേപോലെ സിമ്പിളായിട്ട് നമ്മൾ അതനുസരിച്ച് പിന്നെ കേബിൾ ജോയിൻറ്റ് ചെയ്യുമ്പോൾ വാട്ടർ പ്രൂഫ് ടേപ്പ് ഉപയോഗിച്ച് ജോയിൻറ്റ് ചെയ്യണം. വെള്ളത്തിനുള്ളിലായതുകൊണ്ട് ഇതേപോലെ വളരെ ഈസി ആയിട്ട് ഇറക്കി വിടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് സിമ്പിളായിട്ട് നമ്മൾ എടുത്ത പോലെ തന്നെ അതേപോലെ സ്പീഡായിട്ട് തന്നെ പണി നടക്കും. ടൈറ്റ് ചെയ്യുക, ഇറക്കുക, ടൈറ്റ് ചെയ്യുക, ഇറക്കുക, അത് തന്നെ വളരെ. പക്ഷേ ത്രെഡ് എപ്പോഴും നല്ല ടൈറ്റ് ആയിരിക്കണം. വളരെ ശ്രദ്ധിക്കേണ്ടത് മെയിൻ ഒരു കാര്യമാണ് മോട്ടർ ഇറക്കുമ്പോൾ. ഇല്ലെങ്കിൽ ചിലപ്പം വീണ് പോകാനുള്ള സാധ്യതയുണ്ട്. വീണ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുഴൽക്കിണറിൽ നിന്ന് മോട്ടർ എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരമായ പണിയാണ്. അതുകൊണ്ടാണ് നല്ല വൃത്തിക്ക് ഫുള്ള് ടൈറ്റ് ചെയ്യുക. കുറച്ച് വെള്ളം ഓയിൽ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്തിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ ത്രെഡ് ഉള്ളിലേക്ക് പോയി ടൈറ്റ് ആയിക്കോളും. ഫുൾ ത്രെഡ് ഈ കണക്ടറിന് രണ്ട് സൈഡ് ത്രെഡാണ്. അത് ഫുൾ ത്രെഡ് പോകുന്നിടം വരെ ടൈറ്റ് ചെയ്യണം. ഫുള്ള് ടൈറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ വിടാവുള്ളൂ. അപ്പോൾ അങ്ങനെ പൈപ്പെല്ലാം പടപടാന്ന് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഫാസ്റ്റായിട്ട് ഇറക്കും. നമുക്ക് പ്രത്യേകിച്ച് അതിന് എന്താ പറയുക, സിമ്പിളായിട്ട് എടുത്തതിലും ഇച്ചിരിയും കൂടെ എളുപ്പത്തിൽ പൈപ്പ് ഇറക്കാൻ കഴിയും. അപ്പോൾ എപ്പോഴും എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ചുറ്റിയേക്ക് രണ്ട് തട്ടുന്നതെന്ന് വെച്ചാൽ പൈപ്പിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പൊടിയോ കരടോ ഒക്കെ ഉണ്ടെങ്കിൽ പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്ന് തട്ടി ക്ലീൻ ആക്കിയിട്ട് വീണ്ടും ഇറക്കുന്നത്. അപ്പോൾ ലാസ്റ്റത്തെ പൈപ്പ് എത്തി. ഈ പൈപ്പും കൂടെ ഇറക്കിയ പണി കഴിഞ്ഞു. അപ്പോൾ ഇതും കൂടെ ഇറക്കി കഴിഞ്ഞാൽ നമ്മൾ പണി കഴിഞ്ഞ് സെറ്റായി. നമുക്ക് മോട്ടർ ഓണാക്കി നോക്കി അറിയാം മോട്ടറിൻ്റെ പ്രശ്നമായിരുന്നോ അല്ല വെള്ളത്തിൻ്റെ. അപ്പോൾ മോട്ടറിൻ്റെ പ്രശ്നമാണ് നിലവിൽ, മോട്ടറിൻ്റെയാണ് പ്രശ്നം. ഇനി വെള്ളത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് നമ്മൾ ഇറക്കി ഓണാക്കി നോക്കിയെങ്കിൽ നമുക്കറിയാൻ കഴിയുള്ളൂ വെള്ളത്തിൻ്റെ വേറെ എന്തെങ്കിലും വെള്ളക്കുറവുണ്ടോ എന്തെങ്കിലും. മോട്ടറിന് ചെറിയ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ നമ്മൾ റെഡിയാക്കി കൊണ്ടുവന്നത്. ഇപ്പോൾ ഫിറ്റിങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണിച്ച് അന്നെങ്കിൽ മാത്രമേ എനിക്ക് വാഴയും വിളകൾക്കൊക്കെ വെള്ളമില്ലാതെ എല്ലാം ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു 2 ദിവസം കൂടെ, ഒരു ദിവസത്തിലാവേണ്ട പണിയാണ്. കുറച്ച് ലെയ്ത്തിൽ ഈ ബുഷ് റെഡിയാക്കാൻ ലെയ്ത്തിലൊക്കെ കൊടുക്കണമായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ കാലതാമസം വന്നതെന്നാണ് നമ്മുടെ മെക്കാനിക്ക് പറഞ്ഞത്. അതുകൊണ്ടാണ് ഒരു ദിവസം ലേറ്റായത്. അപ്പോൾ മോട്ടറെല്ലാം ഫിറ്റാക്കി അവരവരുടെ മോട്ടറിൻ്റെ മൊത്തം നമ്മൾ ഇറക്കി സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഓൺ ചെയ്ത് നോക്കണം. അപ്പോൾ അവരുടെ സാധനങ്ങളെല്ലാം മെഷീൻ അവർ അഴിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അഴിച്ച് മാറ്റി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഓണാക്കി നോക്കണം. ഓണാക്കി നോക്കുമ്പോൾ പഴയതും പുതിയതും താരതമ്യം ചെയ്യുമ്പോൾ നമുക്കറിയാലോ. പഴയത് നമ്മൾ പഴയ വീഡിയോയിൽ കണ്ടായിരുന്നല്ലോ എത്ര ഫോഴ്സ് ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഓൺ ചെയ്തു. നല്ല പവറായി. ഫസ്റ്റ് വന്നത് വളരെ ശക്തിയില്ലാത്ത വെള്ളമായിരുന്നു. ഇപ്പോൾ നല്ല ശക്തിയില്ല. ഇത് ആദ്യത്തെയാണ് നമ്മൾ എടുക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന വെള്ളമാണ്. നമുക്ക് എത്ര ശക്തി കുറഞ്ഞ രീതിയിൽ മെല്ലെ വെള്ളം വീഴുന്നത്, വളരെ ശക്തി കുറവാണ്. അപ്പോൾ ഇപ്പോൾ റിപ്പയർ ആക്കിയിട്ട് വന്നപ്പം നല്ല പ്രഷറായി, നല്ല ശക്തിയായി വെള്ളത്തിന്. നല്ല എന്താ പറയുന്നത്, നല്ല ശക്തമായ രീതിയിലുള്ള വെള്ളം കിട്ടുന്നുണ്ട് ഇപ്പോൾ അത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഏകദേശം സമാധാനമായി എനിക്ക് വെള്ളത്തിൻ്റെ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞതിൽ. നമ്മൾ ഇതേപോലെ ഓണാക്കി 2 പ്രാവശ്യം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേപോലെയുള്ള അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ ഞാൻ ഇനിയും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതേപോലെയുള്ള വീഡിയോകൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ പ്രചോദനം. താങ്ക് യു.